അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ മുത്തനബിയുമായി സ്വഹാബാക്കളുമായി ഇടപെട്ട് ജീവിച്ച ഒരു 3 ആൾക്കാരെ മുത്തനബി പരിചയപ്പെടുത്തുന്നു. വളരെ ശ്രദ്ധേയമായ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. ഈ 3 ആൾക്കാരും മുത്തനബിയോട് കൂടെ യുദ്ധം ചെയ്ത് മരണപ്പെട്ടവരാണ്. പക്ഷേ 3 ആൾക്കും ഒരുപോലെ അല്ല അല്ലാഹു കൂലി നൽകുക എന്നത് മുത്തുനബി വളരെ വ്യക്തമായി നമ്മെ ഒരു ഹദീസിലൂടെ പഠിപ്പിക്കുകയാണ്. അതിൽ ഒരാൾ സ്വഹാബാക്കളെ കൂടെ വേണ്ടതുപോലെ വളരെ ശക്തമായി അദ്ദേഹം യുദ്ധം ചെയ്യുന്നു, ജിഹാദൊക്കെ ചെയ്യുന്നു. അങ്ങനെ ജിഹാദിൽ അദ്ദേഹം യുദ്ധം ചെയ്യുന്ന സമയത്ത് അവസാനമായി അദ്ദേഹത്തിനിക്ക് മുറിയേറ്റു. അങ്ങനെ അവസാനം അദ്ദേഹം ആ മുറി വേദന സഹിക്കാൻ വയ്യാതെ അവസാനമായി ഈമാനോടുകൂടെ മരിക്കേണ്ട അദ്ദേഹം ആത്മഹത്യ ചെയ്തുകൊണ്ടാണ് അദ്ദേഹം മരണപ്പെട്ടു പോയത്. അതുകൊണ്ട് അതുവരെ അദ്ദേഹം ചെയ്ത ആ യുദ്ധം, ആ ജിഹാദ് അദ്ദേഹത്തിനേക്ക് ഫലപ്രദമായില്ല, അതിന് യാതൊരു വില ഉണ്ടായില്ല എന്ന് മുത്തുനബി ഓർമ്മപ്പെടുത്തുന്നു ഒരാളെക്കുറിച്ച്. രണ്ടാമത്തെ ആള് മുത്തുനബി പറയുന്നു, അയാൾ യഹൂദിയാണ്, പക്ഷെ എന്നാലും മുസ്ലിമീങ്ങളെ കൂടെ കരാറ് ചെയ്ത് മുസ്ലിമീങ്ങളെ കൂടെ ജീവിച്ച ആളാണ്. അങ്ങനെ മുസ്ലിമീങ്ങളെ കൂടെ അദ്ദേഹം ഒരു യുദ്ധത്തിൽ പോയി, ആ യുദ്ധത്തിൽ മരണപ്പെട്ടു. പക്ഷേ അദ്ദേഹത്തിനിക്കും സ്വർഗമില്ല, കാരണം അദ്ദേഹത്തിന് ഈമാനില്ലല്ലോ. അങ്ങനെ മൂന്നാമതൊരാള് മുത്തുനബി ഓർമ്മപ്പെടുത്തുന്നു, അദ്ദേഹം കാഫിറായിരുന്നു, മുശ്രിക്കീങ്ങളുടെ ലിസ്റ്റിൽ പെട്ട ആളായിരുന്നു. അങ്ങനെ പെട്ടെന്നൊരു ദിവസം മുത്തുനബിയുടെ മുമ്പിൽ ഉഹുദ് യുദ്ധത്തിന്റെ ആ സന്ദർഭത്തിൽ മുത്തുനബിയുടെ മുമ്പിൽ അദ്ദേഹം വരികയും ഈമാൻ സ്വീകരിച്ച ആ സമയത്ത് തന്നെ അദ്ദേഹം യുദ്ധത്തിലേക്ക് പോവുകയും ചെയ്തു. കുറച്ച് സമയം അദ്ദേഹം ഇസ്ലാമായി ആ സമയത്ത് തന്നെ യുദ്ധത്തിന് പോയി. ആ യുദ്ധത്തിൽ അദ്ദേഹം ഷഹീദാവുകയും ചെയ്തു. അയാൾ നിസ്കരിച്ചിട്ടില്ല, അയാൾ നോമ്പ് നോക്കിയിട്ടില്ല, യാതൊരു അമലും ചെയ്തിട്ടില്ല. അദ്ദേഹം മോമിനായി പെട്ടെന്ന് യുദ്ധത്തിൽ പോയി ഷഹീദാവുകയും ചെയ്തു. അദ്ദേഹത്തിനെ കുറിച്ച് മുത്തുനബി പറഞ്ഞു, ഹുവ മിൻ അഹ്ലിൽ ജന്ന, അദ്ദേഹം സ്വർഗത്തിന്റെ അഹ്ലിക്കാരാണെന്ന് മുത്തുനബി വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. ഇതിലൂടെ നാം പഠിക്കേണ്ട വലിയ പാഠങ്ങളുണ്ട്. അതേ ഈമാനിന് എത്രമാത്രം പവറുണ്ട് എന്ന് വലിയൊരു സൂചനയാണ്. അതേ ഒന്നാമത്തെ ആള് നോക്ക്, അദ്ദേഹം മുഅ്മിനീങ്ങളെ കൂടെ തന്നെയായിരുന്നു, പക്ഷേ മരണപ്പെടുന്ന സമയത്ത് ഈമാനില്ലാത്തതിൻ്റെ പേരിൽ അതുവരെ ചെയ്തതൊക്കെയും നഷ്ടത്തിലായിപ്പോയി, ഒന്നും ഉപകാരത്തിന് കിട്ടിയില്ല. നഊദുബില്ലാ, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. രണ്ടാമതാലും അതുപോലെ തന്നെയാണ്, സ്വഹാബാക്കളോട് കൂടെ യുദ്ധത്തിൽ പോയ ആളാണല്ലോ, പക്ഷേ ഈമാനില്ലാത്തതിൻ്റെ പേരിൽ അയാളും വിജയിക്കാൻ കഴിഞ്ഞില്ല. മൂന്നാമതൊരാൾ മുത്തുനബി ഓർമ്മപ്പെടുത്തി, അതുവരെ അദ്ദേഹം കാഫിറായിരുന്നു, മുശ്രിക്കായിരുന്നു, പക്ഷേ ഒറ്റൊരു ഈമാൻ അദ്ദേഹത്തിന്റെ കൽബിൽ ആ സമയത്ത് ചെറിയൊരു നിമിഷം വരലോടുകൂടെ അദ്ദേഹം സ്വർഗത്തിൽ എത്തിപ്പെട്ടു. നോക്ക്, മുഅ്മിനായി മരിക്കാൻ സ്വഹാബാക്കളെ കൂട്ടത്തിൽപ്പെടാൻ അദ്ദേഹത്തിനെ കൊണ്ട് സാധിച്ചു. ഈമാനിന് കിട്ടുന്ന ഫവർ അത് ചെറുതൊന്നുമല്ല, വലിയ സ്ഥാനമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ 3 ആൾക്കാരെ ഉദാഹരണപ്പെടുത്തിക്കൊണ്ട് നമ്മെ പഠിപ്പിക്കുകയാണ്. അതേ അല്ലാഹു നമുക്ക് നൽകിയ ഈ ഈമാന് ഇത് വലിയൊരു നിഅമത്താണ്. ഇത് നിലനിന്ന് കിട്ടണം, മരിക്കുമ്പോൾ ഈമാനോട് കൂടെ മരിച്ചു കിട്ടണം, എന്നാലേ വിജയിക്കുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ തന്ന ഈ ഈമാൻ നല്ല നിലക്ക് വർദ്ധിപ്പിച്ച് ആ ഈമാനോട് കൂടെ ജീവിച്ച് ധാരാളം അമലുകൾ ചെയ്ത് ഈമാനോട് കൂടെ മരിക്കാൻ അവൻ തൗഫീക്ക് നൽകുമാറാവട്ടെ. സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.